എല്ലാവർക്കും നോർമൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ M2 Pro എന്ന് പറഞ്ഞൊരു ഫോണാണ്. സോ ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ഫോൺ കേടായ ഒരു ചടങ്ങിൽ വാങ്ങിച്ചൊരു ഫോണാണിത്. ആൻഡ് ഫോൺ ശരിയാവുന്ന പ്രതീക്ഷിച്ചില്ല, പക്ഷെ അത് ശരിയായി. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുതിയൊരു ഫോണും വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു, നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ വിട്ട് വൈകിട്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ പോക്കോ M2 Proയുടെ ബോക്സ്. നമുക്ക് വേഗം ഇത് അൺബോക്സ് ചെയ്യും. സോ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഇതേപോലത്തെ ഒരു ചെറിയൊരു ബോക്സ് കാണാം. ആ ബോക്സിലുള്ള സാധാരണ എല്ലാ ഗതിയിലും ഉള്ള പോലെ തന്നെ ഒരു സിം എജക്ടർ ടൂളും അതേപോലെ തന്നെ ഒരു കേസുമാണ് ഉണ്ടാകാൻ സാധ്യത. അത് തന്നെയാണ് ഉള്ളത്. സോ ഇതാണ് സിം എജക്ടർ ടൂള്. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കേസ്. സോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫോണും നമുക്ക് കാണാം. സോ നമ്മൾ മറ്റേ ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ വർക്കും ഉണ്ട്. എല്ലാം താഴെ വെച്ചിട്ട് നമുക്ക് നേരെ ഫോണിലേക്ക് കിടക്കാം. സോ ഫോൺ ഞാൻ എടുത്ത ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് ഗ്രീനർ എന്ന് പറഞ്ഞാണ്. അത് കമ്പനി വിളിക്കാണ്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കളർ ഗ്രീൻ ആണെന്നാണ്. പക്ഷെ എനിക്ക് കുറച്ച് കണ്ടപ്പോൾ ഇതിലൊരു ബ്ലൂഷ് ആക്സെൻറ്റും ഉള്ള പോലെ തോന്നി. എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും ഇതാണ് ഫോണ് പുറത്തുനിന്ന് കാണാൻ. ഇതിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് പറിച്ച് കളയാം. എന്തായാലും തൽക്കാലത്തേക്ക് ഫോൺ ഇപ്പം ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ഉള്ളിൽ ബോക്സ് കണ്ടൻസ് വേറെ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. സോ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ശരിക്കും പറഞ്ഞ ഒരു 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. സോ കമ്പനി പറഞ്ഞ ഈ 33 വാട്ട് ഫാസ്റ്റ് ചാർജർ എന്ന് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും 0 തൊട്ട് 50% വരെ വെറും ഒരു അരമണിക്കൂറിൽ ചാർജ് ആവുന്നതാണ്. ആൻഡ് ഓബ്വിയസ്ലി ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇൻ ദ ബോക്സ് തന്നെ നമ്മുടെ മറ്റേ ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എക്സെപ്റ്റ് ഐഫോൺ, അതെന്താണെന്നറിയില്ല, അവരിപ്പോഴും 5 വാട്ടിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ആൾസോ iPhone 12 ഇനി അവർ ചാർജേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണില്ല എന്നാണ് പറയണത്. പിന്നെ ഇനി വരുന്ന ഐഫോണിൽ ഫുള്ള് വയർലെസ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് പറയണത്. സോ ഓബ്വിയസ്ലി അവർ ഒരു വയർലെസ് സ്ട്രാറ്റജി ആണ് യൂസ് ചെയ്യണത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. തൽക്കാലത്തേക്ക് എന്തായാലും ഇപ്പോഴത്തെ iPhone 12 അവരിപ്പോഴും ലൈറ്റ്നിങ് പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് USB-C പോർട്ടല്ല. സോ എല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു iPhone 12 C പോർട്ട് കാണുന്നതായിരിക്കും. സോ iPhone 12 ലൈറ്റ്നിങ് പോർട്ടാണ് കൂടുതലാണ്ട്. ഈ പറയണ C പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ C പോർട്ട് സപ്പോർട്ടഡ് ആണ്. ബട്ട് iPhone 12 ഇപ്പോഴും ലൈറ്റ്നിങ് പോർട്ടാണ്. ആൻഡ് ഇനി വരുന്ന ഫോണിൽ ഒക്കെ വയർലെസ് ആവാനാണ് ചാൻസ്. എന്തായാലും ഐഫോണിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നിർത്തി നമുക്ക് ഈ ഫോണിലേക്ക് തന്നെ നോക്കാം. നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടിയ കേസിനെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് നോക്കാം. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കേസാണ് കൂടെ കിട്ടുക. പക്ഷേ എന്നാലും നമ്മളൊരു ശരിക്കും ഒരു പുതിയൊരു കേസ് വാങ്ങിക്കണം നല്ല തന്നെയായിരിക്കും. ബിക്കോസ് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു യെല്ലോ കളറിങ് ഒക്കെ വരും. സോ ഒരു സൈഡിലൊരു കേസും കൂടി വാങ്ങിച്ചാൽ നല്ല തന്നെയായിരിക്കും. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ ഈ ഫോൺ ജസ്റ്റ് പവർ ഓൺ ചെയ്ത് നോക്കാം. സോ ഇനിയിപ്പം എന്തായാലും ആദ്യത്തെ ഇനീഷ്യൽ സ്ക്രീനും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഇനീഷ്യൽ ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. സോ MIUI സോ സെറ്റപ്പ് ഒരുവിധം കംപ്ലീറ്റ് ആയി തോന്നുന്നു. സോ നമുക്ക് വേഗം ഹോം സ്ക്രീനിലേക്ക് ചാടാം.
ആ ഒരു ഹോം സ്ക്രീൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പ്രീലോഡായ കുറേ ബ്ലൂട്ട്വെയർ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് കുറേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സോ കുറച്ച് യൂസ്ഫുൾ ആയതൊക്കെ ഉണ്ട്, ലൈക്ക് വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ആ സംഭവങ്ങളൊക്കെ. സോ ചിലപ്പം ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യായിരിക്കും. സോ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് എത്തി. ആൾസോ ഈ ഫോണിൻ്റെ ക്യാമറ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച്, പോർട്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കിപ്പം പറയാം. സോ ഈ ഫോണിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണുള്ള ഒരു 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, പിന്നെ അത് കഴിഞ്ഞ് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും അതേപോലെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൂടെ അല്ലാണ്ട് നമ്മുടെ തൊട്ട് താഴെ ഒരു ഫ്ലാഷും ഉണ്ട്. ആൾസോ ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഇതിൻ്റെ പവർ ബട്ടണും അതേപോലെ ഇതിൻ്റെ വോളിയം അപ്പ് ഡൗൺ ബട്ടണും കാണാം. സോ ഇതിൻ്റെ പവർ ബട്ടൺ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. സോ അത് രണ്ടും ഇൻറ്റഗ്രേറ്റഡ് ആണ്. ആൻഡ് ആൾസോ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വോളിയം അപ്പും അതേപോലെ വോളിയം ഡൗൺ ബട്ടണും ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഫോണിൻ്റെ ഏറ്റവും താഴെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ താഴെ ആദ്യം തന്നെ നമ്മുടെ USB-C പോർട്ട് കാണാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു നല്ല സ്റ്റാൻഡേർഡ് USB-C പോർട്ട്, പിന്നെ ഒരു ലൗഡ് സ്പീക്കർ, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇയർഫോൺ സ്ലോട്ട്. ഇപ്പോൾ അധികം കാണാറൊന്നുമില്ല, എന്നാലും അത് ഈ പറഞ്ഞ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മുടെ മറ്റേ സിം കാർഡ് ട്രീ അതേപോലെ സിം കാർഡ് സ്ലോട്ട് കാണാം. സോ ഓബ്വിയസ്ലി നമ്മുടെ മറ്റേ ഈ ഡുവൽ സിം സപ്പോർട്ടറാണ്, അതേപോലെ മൈക്രോ SD സപ്പോർട്ടറാണ്. അത് കഴിഞ്ഞ് നമുക്ക് മുകളിൽ 2 ഹോൾസ് കാണാം. സോ ഒരു ഹോൾ ഒരു വോയിസ് ക്യാൻസലിംഗ് മൈക്രോഫോണും അതേപോലെ മറ്റേ ഹോൾ എന്ന് പറയാനുള്ള ഒരു ഇൻഫ്രാറെഡ് സെൻസറാണ്. സോ ബേസിക്കലി നമ്മുടെ AC TV റിമോട്ടോ അങ്ങനത്തെ പല കാര്യങ്ങളും ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഒരു ആഡഡ് ഫീച്ചറാണ്, അധികം കാണാറില്ല. ഇനി നമുക്ക് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കിടക്കാം. സോ എബൌട്ട് ഫോണിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ ഈ എബൌട്ട് ഫോണിൽ സ്റ്റോറേജും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കാണാം. പക്ഷേ മെയിനായിട്ട് ഈ ഫോൺ ശരിക്കും Android 10 സപ്പോർട്ടറാണ്. സോ Android 10 ആണ് നമുക്ക് മറ്റേ പ്രീലോഡായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടും. സോ ഒരു നല്ലൊരു കാര്യമാണ്. Android 11 അതേപോലെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. MIUI 12 ഒരു വേറെ വേർഷനിലാണ് വരാൻ പോകണമെന്ന് പറയണം. സോ ഇപ്പം ഇത് Android 10 MIUI 12 വേർഷനാണ്. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ ക്യാമറ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടെസ്റ്റാണ്, ജസ്റ്റ് ക്യാമറ ക്വാളിറ്റി നോക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ ഈ ഫോണിന് കവർ ചെയ്യുന്ന കുറച്ച് മേജർ സോഫ്റ്റ്വെയർ ആയ കാര്യങ്ങളും അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ഈ ഫോണിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഹിഡനായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ആയിരിക്കും. സോ ഈ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടോ അത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റേ സബ്സ്ക്രൈബ്ഡ്. ആ വീഡിയോ അധികം വൈകാണ്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് സാധാരണ ഒരു സാമ്പിൾ ഷോട്ട്സ് എടുക്കാം. സോ ഈ ഫോണിൻ്റെ ചാർജർ തന്നെയാണ്. ഇപ്പം അടുത്ത് വലിയ സാമ്പിൾ ഒന്നുമില്ല. സോ ഫോണിൻ്റെ ചാർജർ തന്നെ ഒരു സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ ഇടയിൽ ചെറിയൊരു ഫോക്കസ് പോയ പോലെ ഉണ്ട്, പക്ഷേ എൻ്റെ കൈ ചെറുതായി ഇളകിയിട്ട് നോക്കണം. കുഴപ്പമില്ല, നമുക്ക് ഒരു ഫോട്ടോ കൂടി എടുത്ത് നോക്കാം, സാമ്പിൾ മാറ്റി വെക്കാം. സോ കയ്യിൽ പ്രത്യേകിച്ച് വലിയ സാമ്പിളൊന്നുമില്ല. നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സ് തന്നെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ആൻഡ് യെസ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഡീറ്റെയിലൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സോ യെസ്, ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ലൊരു ക്യാമറ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പ്രൈസ് റേഞ്ചിൽ നല്ലത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ യെസ്, നല്ലൊരു ഫോൺ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മീ റിമോട്ട് എല്ലാം ഷാമിയുടെ തന്നെയാണ് തോന്നണം. സോ മീ റിമോട്ടിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ AC അതോ ഈ പറയുന്ന TV അങ്ങനത്തെ എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. ആൾസോ ഈ പോക്കോ റീബ്രാൻഡിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എന്തോ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓബ്വിയസ്ലി ഓവർ ദ ചീപ്പർ പ്രൈസ് നല്ലൊരു ഫോൺ കിട്ടുകയാണെങ്കിൽ അത് വലിയ ചെയ്യണമെന്നില്ല. ആൻഡ് ഇപ്പം ഒരുവിധം കുറച്ച് ചിപ്സും കുറച്ച് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തകഴിച്ച് വേറെ കോമ്പിനേഷൻ ഇടുന്ന തന്നെ നമ്മളാണ് ഒരു പുതിയൊരു ഫോൺ ഉണ്ടാവുക. ആൻഡ് അതിൽ റീബ്രാൻഡ് എന്ന് പറയാൻ കാര്യമൊന്നുമല്ല. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഷോമിയുടെ ഏതൊരു ഫോൺ പോക്കോ റീബ്രാൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എനിക്കതൊരു വിഷയമില്ല. നമുക്കൊരു നല്ലൊരു ഡീല് കിട്ടാന്ന് പറയാനുള്ള അതും നല്ലൊരു ഫോണാണെങ്കിൽ
അത് പോയി വാങ്ങിക്കണം തന്നെയായിരിക്കും നല്ലത്. ആൻഡ് ഓബിയസ്ലി ഇത് നല്ലൊരു ഡീലാണെന്ന് എനിക്ക് തോന്നണം. നമുക്ക് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൂടി നോക്കാം. ആൻഡ് ഓബിയസ്ലി അതും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റിൽ പോക്കോ M2 Pro എന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഗായ്സ്, അതാണ് പോക്കോ M2 Pro ഫോണ്. സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പിന്നെയും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ഫോൺ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 30,000 സംതിങ് ഒക്കെ ആണെങ്കിൽ നോക്കിയാൽ നല്ലൊരു ഫോൺ തന്നെയാണെന്ന് ഞാൻ പറയൂ. ആൾസോ വേണമെങ്കിൽ നിങ്ങൾ വേറെ നോക്കുകയാണെങ്കിൽ ഒരു റിയൽമി 7 കൂടി ഞാൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുമെന്ന് പറയും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. എനിക്ക് കുറച്ചും കൂടി അതാണ് നല്ലത് തോന്നുന്നത്. പക്ഷേ റിയൽമി 7ന്റെ സ്പീഡ് കുറച്ച് ചെറുതാണ്, പക്ഷേ അതിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതിൽ 60 Hz ആണ് റിഫ്രഷ് റേറ്റ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് 2 ഫോണാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നണേ. ഒന്ന് പോക്കോ M2 Proയും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റിയൽമി 7. ആൻഡ് ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ എടുത്തോ. ആൻഡ് ഇന്നത്തെ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് പറ്റി കണ്ടുവിട്ടാൽ മതിലേക്ക്. ഗുഡ് ബൈ.